Crossing these gushing waters every day has become a dangerous task for villagers of the Mangalam Gram Panchayat in Kerala's Idukki district. One wrong step and they could plunge into the river below. Their only way across is a fragile makeshift bridge built from bamboo reeds and tied together by hand. For the children of this remote tribal settlement, this delicate structure is the only path to school. മഴക്കാലത്താകുമ്പോഴത്തേനും 2018 തകർന്നു പോയ പാലമാണിത്. അപ്പോഴത്തേനും മഴക്കാലത്ത് 10-15 പിള്ളേർ സ്ഥിരം ഇതിൽ കൂടിയാണ് പോണത്, ഈ പാലത്തിൽ കൂടി ഞങ്ങളുടെ. അപ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. 5-6 കൊല്ലമായിട്ട് ഈ പാലത്തിൽ കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത്, ഈറ്റപ്പാലത്തിൽ കൂടി. അപ്പോഴത്തേനും കഴിഞ്ഞ ദിവസം ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ പാലത്തിൻ്റെ സൈഡിലായിട്ട് കാല് തെന്നിപ്പോയിട്ട് കമ്പി തൂങ്ങിക്കിടന്നാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇതുവരെയായിട്ട് പാലത്തിനൊരു നടപടി ആയിട്ടില്ല. അപ്പോൾ എങ്ങനെയാലും ഇത് ജനങ്ങൾക്കും മുമ്പിൽ എത്തിച്ച് ഞങ്ങൾക്കൊരു പാലം പാസ്സാകാനുള്ള വഴി എത്തിച്ചേരണം. 2 bridges in the village collapsed during heavy floods a few years ago. With no replacements built since, the community says they had no choice but to take matters into their own hands. വലിയ നേരത്തുള്ള പാലം ഉണ്ടായിരുന്നു, അതിപ്പോൾ പോയി. ഞങ്ങൾ സ്വന്തമായിട്ട് ഇത് 2-3 കൊല്ലമായിട്ട് പണിന്ന് ഇത് ഉണ്ടാക്കുമായിരുന്നു. അതിപ്പോൾ എല്ലാം പോയതാണ് പാലം. അരി മേടിക്കണമെന്ന് ഈ പാലത്ത് തന്നെ ഞങ്ങൾ കറങ്ങാൻ പോകണം, ഇല്ലെങ്കിൽ നടക്കില്ല. അതൊക്കെ അങ്ങനെ ഉള്ളൊരു പ്രശ്നമാണ്. പാലം ഇത് തന്നെയാണ്. കുട്ടികൾ 10-18 കാണും. സ്കൂളിൽ പോകുന്നുണ്ട്, ഇവിടെ ചിക്കൻകുടി പോകുന്നുണ്ട് താഴെ. ഭയങ്കര പേടിയാണ്, പേടിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളൊരു പാലമല്ലേ അത്, ആർക്കും പോകത്തില്ല, അത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. Villagers claim that funds were allocated for a permanent bridge, but no action has followed. Now, as the monsoon rains intensify, families in Mangalam are left clinging to hope and to a bridge that could give way any day.